ഈ ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ദ പവർ ഡെസിപ്പേറ്റഡ് ഇൻ ഈച്ച് റെസിസ്റ്റർ ഇൻ ദ സർക്യൂട്ട്. സർക്യൂട്ടിൽ എത്ര റെസിസ്റ്റർ ഉണ്ട്? 1 ഓം, 4 ഓം, 8 ഓം, 2 ഓം അല്ലെ? 4 റെസിസ്റ്റേഴ്സ് ആണുള്ളത്. 1 ഓം, 4 ഓം, 8 ഓം ആൻഡ് 2 ഓം. ഓക്കെ, ഈ പവർ കണ്ടുപിടിക്കാൻ വലിയ പ്രശ്നമില്ലല്ലോ. എല്ലായിടത്തും കൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിച്ചാൽ I²R ചെയ്താൽ പവർ കിട്ടും. കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അറിയണം. ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം, ഏത് മെത്തേഡ് വേണമെങ്കിലും. ഓക്കെ, നമുക്കൊന്ന് സർക്യൂട്ട് റീഡ്രോ ചെയ്യാം. ഇത് 1 ഓം ആണ്. ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത് I0. പിന്നെ 4 ഓം, ഇത് 10 വോൾട്ട്, ഇത് 8 ഓം, ഇത് 2 ഓം. മേലൊരു കറണ്ട് സോഴ്സ് ഉണ്ട് അല്ലെ? അത് എന്ത് കറണ്ട് സോഴ്സ് ആണ്? ഡിപ്പെൻഡന്റ് കറണ്ട് സോഴ്സ് ആണ്. അതിന്റെ വാല്യൂ വരുന്നത് 0.5 I0 ആണ്. I0 ഏത് കറണ്ട് ആണ്? ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് I0 അല്ലെ? ഓക്കെ, ശരി, നമുക്ക് നോഡൽ അനാലിസിസ് തന്നെ ചെയ്ത് കളയാം. ഇവിടെ ഇത് ഗ്രൗണ്ട് കൊടുക്കുക, ലൈക്ക് 3 ഗ്രൗണ്ട് ആവുമല്ലോ. കാരണം 3 എന്താ, ഇവിടെ റെസിസ്റ്റർ ഒരു സാധനവും ഇല്ല, ഡയറക്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുക. സോ ഇത് ഗ്രൗണ്ട് ആയാൽ ഇതും ഗ്രൗണ്ട് ആണ്, ഇതും ഗ്രൗണ്ട് ആണ്. പിന്നെ ഇവിടെ 0 വോൾട്ട്, മൈനസ് ടു പ്ലസ് 10 വോൾട്ട് ആയിരിക്കും ഇവിടെ. അതിൽ സംശയമില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഈ നോഡും ഈ നോഡിലെ വോൾട്ടേജ് അറിഞ്ഞാൽ അല്ലെ, ഈ നോഡിലെ വോൾട്ടേജും ഈ നോഡിലെ വോൾട്ടേജും നമുക്കിവിടെ എക്സ് കൊടുക്കാം. എക്സും വൈയും അറിഞ്ഞാൽ എല്ലാം കിട്ടും. എക്സും വൈയും കിട്ടിയാൽ ഈ 1 ഓം കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കിട്ടും, 4 ഓം കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കിട്ടും, 8 ഓം കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കിട്ടും, 2 ഓം കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കിട്ടും. പവർ കണ്ടുപിടിക്കുന്നത് എന്താ? ചുമ്മാ I²R കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് നോഡൽ അനാലിസിസ് അറ്റ് എക്സ് എന്ന് പറയുന്ന നോഡില് നോഡൽ അനാലിസിസ് നമ്മൾ ചെയ്യാണ്. അപ്പൊ എന്ത് കിട്ടും? ഈ നോഡില് എത്ര പാത്ത് ഉണ്ട്? 1, 2, 3. മൂന്നാമത്തത് എന്താ? ഒരു കറണ്ട് സോഴ്സ് തന്നെയാണ് അല്ലെ? നമുക്ക് ജസ്റ്റ് 0.5 I0 എന്ന് എഴുതിയാൽ മതി. അല്ലാതെ റെസിസ്റ്റൻസ് ആണെങ്കിലല്ലേ നമുക്ക് വോൾട്ടേജ് ഡിഫറൻസ് ബൈ കറണ്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ ഒരു കറണ്ട് സോഴ്സ് ആയതുകൊണ്ട് ചുമ്മാ 0.5 I0 ഇട്ടാൽ മതി. അപ്പൊ നമുക്ക് ഈ ഒരു നോഡിൽ എല്ലാം ഔട്ട് ഗോയിങ് കറണ്ട് ആയിട്ട് അസ്യൂം ചെയ്താലോ. അപ്പൊ ഇത് എത്രയാണ്? x-0/1. ഇത് x-10/4. ഇത് 0.5 I0. അതോടൊപ്പം നമുക്കൊരു കാര്യം കൂടി കിട്ടും. I0 എന്ന് പറയും 1 ഓം കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് അല്ലേ? I0 അപ്പൊ എത്രയാണ്? x-0/1. അപ്പൊ I0 എക്സും സെയിം അല്ലേ? അത് നമുക്കൊരു വലിയൊരു ഫൈൻഡിങ് ആണ്. നമ്മുടെ I0 എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് ഫ്ലോയിങ് ത്രൂ 1 ഓം റെസിസ്റ്റർ ആണ്. അതിന്റെ വോൾട്ടേജ് ഡിഫറൻസ് എത്രയാണ്? x-0/1 എക്സ്. I0 എക്സ് ആണ്. ഓക്കെ, I0 എക്സ് ആണ് നമുക്ക് ആവശ്യം വരും. ഇനി നോഡൽ അനാലിസിസ് അപ്ലൈ ചെയ്യുമ്പോൾ x-0/1 പ്ലസ് x-10/4 അല്ലെ? x-0/1 പ്ലസ് x-10/4 പ്ലസ് 0.5 I0 എല്ലാം ഔട്ട് ഗോയിങ്. 0.5 I0 = 0. എളുപ്പത്തിന് വേണ്ടി നമുക്കത് എന്താക്കാൻ പറ്റും? x-10/4 പ്ലസ് I0 എന്താണ്? x തന്നെയല്ലേ? 0.5 x = 0. ഇത് നമുക്കിപ്പോ പെട്ടെന്ന് തന്നെ x കിട്ടും. എന്ത് ചെയ്യാം? LCM എടുക്കാം. 4x പ്ലസ് x-10 പ്ലസ് by 4 into 4, 2x = 0. 4 5x 7x അല്ലേ? 7x = 10, x = 10/7 വോൾട്ട്. അതായത് ഈ x എന്ന് പറയുന്നത് 10/7, x എന്ന് പറയുന്നത് 10/7 വോൾട്ട് ആണ്. y ഇതുപോലെ കണ്ടുപിടിക്കാലോ. y ഇതുപോലെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും നമുക്ക് സർക്യൂട്ട് വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഞാൻ അഗെയിൻ സർക്യൂട്ട് റീഡ്രോ ചെയ്തു.
നമുക്ക് എക്സ് ഓൾറെഡി കിട്ടി. എക്സ് എത്രയാണ്? 10/7 വോൾട്ട് നമുക്ക് ഓൾറെഡി കിട്ടി. ഇനി നോഡൽ അനാലിസിസ് വൈയിൽ നടത്തിയാലോ? നോഡൽ അനാലിസിസ് അറ്റ് വൈ. ഓക്കെ, അപ്പൊ വൈനെ സംബന്ധിച്ചിട്ട് എത്ര പാത്ത് ഉണ്ട്? ഒരു വൈ ജംഗ്ഷൻ ആണെങ്കിൽ ഒരു 0.5 വരുന്നുണ്ട്, മറ്റേത് രണ്ടും നമുക്ക് പോകുന്ന രീതിയിൽ അങ്ങ് അസ്യൂം ചെയ്യാം, വാട്ട് എവർ അല്ലെ. നമുക്ക് അങ്ങനെ എങ്ങനെ വേണം അസ്യൂം ചെയ്യാം. ലാസ്റ്റ് എക്സിന്റെ വൈന്റെയും വോൾട്ടേജ് കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. മൈനസ് കിട്ടുകയാണെങ്കിൽ അതനുസരിച്ച് കറണ്ട് ഡിറക്ഷൻ മാറും എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞില്ലേ. അപ്പൊ നോക്കിയേ, നമുക്ക് ഇത് വരെ എന്തായാലും വരികയല്ലേ, നമുക്ക് ഇനിയിപ്പോ പോകുന്നതായിട്ട് അസ്യൂം ചെയ്യേണ്ട. 0.5 is equal to y/2 plus y minus 10/8 അങ്ങനെ എഴുതാം. I0 എന്താണ്? എക്സ് ആണ്. എക്സിന്റെ വാല്യൂ എന്താണ്? 10/7 ആണ്. അത് ഓക്കെ അല്ലേ? ഇനി നമ്മൾ അത് എഴുതും. അതായത് 0.5 I0 എന്ന് പറഞ്ഞാൽ എക്സ്, വാട്ട് എവർ, 0.5 I0 is equal to y/2 plus y minus 10/8. 0.5 x is equal to y/2 plus y minus 10/8. 0.5 x is equal to 8y plus 2y minus 20/16. That is equal to 10y minus 20 equal to 8x. 10y is equal to 8 into 10/7 plus 20. Okay, so y is equal to 8/7 plus 2. 8 plus 14/7, 22/7 വോൾട്ട് കിട്ടും. y x 10/7 വോൾട്ട് ആണ്, y 22/7 വോൾട്ട് ആണ്. ഓക്കെ, ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ I0 എന്താണ്? I0 എന്താണ്? എക്സ് ആണ്. അതായത് I0 എന്ന് പറഞ്ഞാൽ 10/7/1 10/7 ആണ്. I0 എന്ന് പറഞ്ഞാൽ 10/7 ആണ്. എക്സ് തന്നെയാണല്ലോ, ആംപിയർ. അപ്പൊ ഈ കറണ്ട് എത്ര, ഈ പവർ എത്രയായിരിക്കും? പവർ ഓഫ് 1 ഓം I²R 10/7 ഹോൾ സ്ക്വയർ ഇൻറ്റു 1. അതുപോലെ ഈ 4 ഓം കൂടെ കറണ്ട് എത്രയാണ്? 10. അതായത് ചിലപ്പോൾ ഇങ്ങോട്ടായിരിക്കും കറണ്ട് ഫ്ലോ. ഇവിടെ 10/7 ഇവിടെ 10 ആണെങ്കിൽ കറണ്ട് ചിലപ്പോൾ ഇങ്ങോട്ടായിരിക്കും ഒഴുകുന്നത്. നമ്മൾ KCL അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ജനറൽ എക്സും വൈയും നമുക്ക് അറിയില്ല. എക്സും വൈ എന്ത് കിട്ടുമോ അതിനനുസരിച്ച്. അപ്പോൾ ഇവിടെ 10/7 10 ആണെങ്കിൽ കറണ്ട് ഇങ്ങോട്ടായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. വാട്ട് എവർ, നോ പ്രോബ്ലം. നമ്മൾ ഏത് ഡയറക്ഷൻ അസ്യൂം ചെയ്തിട്ട് നമ്മളിപ്പോൾ എങ്ങനെ അസ്യൂം ചെയ്താലും നമുക്ക് എക്സും കിട്ടും വൈ കിട്ടും. പ്രോപ്പർലി ഡിപ്പെൻഡൻസ് സോഴ്സ് വരുമ്പോഴാണ് നമുക്ക് അത് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 10/7 10 കിട്ടി. 10/10/7 ആണ് വോൾട്ടേജ്. അപ്പൊ കറണ്ട് കിട്ടും. I²R ചെയ്താൽ 4 ഓമിന്റെയും കിട്ടും. ഈ y 22/7 വോൾട്ട് ആണെങ്കിൽ ഈ 2 ഓം കൂടുള്ള കറണ്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഈ 8 ഓം കൂടുള്ള കറണ്ടും കിട്ടും. അങ്ങനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അറിഞ്ഞാൽ കറണ്ട് കിട്ടും, കറണ്ട് കിട്ടിയാൽ പവർ കിട്ടും. അങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ.